പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 8 ഞായർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 28 വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള ഭാഗമാണ്. അതിലെ 28 വാക്യമാണ് ഇന്ന് നാം ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ യേശു തമ്പുരാൻ ഒരു സ്ത്രീയോട് പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയതാകുന്നു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. ഇത് ഒരു കനാന്യ സ്ത്രീയോടാണ് പറഞ്ഞത്. നമുക്കറിയാം, കനാന്യർ യഹൂദരല്ലല്ലോ. സമൂഹത്തിലെ കണക്ക് പ്രകാരം അവൾക്ക് യേശുവിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള അർഹതയില്ലായിരുന്നു. എന്നാലും അവളുടെ ജീവിതത്തിൽ വലിയൊരു ആവശ്യം അവൾക്കുണ്ടായിരുന്നു. അവളുടെ മകൾ ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അവൾ എല്ലാ തടസ്സങ്ങളും മറികടന്ന് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു. ഈ വലിയ നോമ്പ് കാലത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. നമ്മുടെ വിശ്വാസം എത്ര വലുതാണ്? നമ്മുടെ പ്രാർത്ഥന എത്ര സ്ഥിരമാണ്? നമ്മുടെ ആത്മവിശ്വാസം എത്ര ദൃഢമാണ്? ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടതായിട്ട് വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു തമ്പുരാൻ അവളോട് ആദ്യം ഒന്നും വർത്തമാനം പറയുന്നില്ല. പിന്നീട് ശിഷ്യന്മാർ അവളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം യേശു അവളോട് പറയുകയാണ്, മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന നിമിഷങ്ങളായിരുന്നു. അവൾ അവിടെയൊക്കെ അതിനെ അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം മിണ്ടാതെ ഇരിക്കുന്നത് പോലെ തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. നാം പ്രാർത്ഥിക്കുമ്പോഴും മറുപടി ലഭിക്കാത്തതുപോലെ തോന്നിയേക്കാം. നാം കരയുമ്പോഴും ആശ്വാസം കാണാത്തതുപോലെ അനുഭവപ്പെടാം. എന്നാൽ ദൈവത്തിൻ്റെ മൗനം ദൈവത്തിൻ്റെ അഭാവമല്ല. ദൈവം മിണ്ടാതെ ഇരിക്കുമ്പോഴും അവൻ പ്രവർത്തിക്കുന്നവന്. അവൻ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴത്തിലാക്കുവാൻ അതിൽ കൂടെ ശ്രമിക്കുകയാണ്. ഇവിടെ നാം കാണുന്നു, ആ സ്ത്രീയുടെ വിശ്വാസം താഴ്മയുള്ളതായിരുന്നു. അവൾ യേശുവിനോട് വാദിക്കുന്നില്ല, അവൾ യേശുവിനോട് കോപിക്കുന്നില്ല, അവൾ അഭിമാനത്തോടെ സംസാരിച്ചില്ല. താഴ്മയോടെ പറയുക, അതേ കർത്താവേ. എന്നാൽ നായ്ക്കൾ പോലും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന കഷണങ്ങൾ കൊണ്ട് കഴിക്കുന്നു എന്ന് പറയുക. അവളുടെ മറുപടി അവളുടെ വിനയത്തെയും പൂർണ്ണമായ ആശ്രയത്തെയും വെളിപ്പെടുത്തുകയാണ്. യഥാർത്ഥ വിശ്വാസം അത് അവകാശവാദമല്ല, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയമാണ്. വലിയ നോമ്പ് നമ്മെ വിനയത്തിലേക്കാണ് നയിക്കുന്നത്. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മെ താഴ്മയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായിത്തീരണം. അതുപോലെ തന്നെ നാം കാണുകയാണ്, ആ സ്ത്രീയുടെ വിശ്വാസം അത് സ്ഥിരതയുള്ളതായിരുന്നു. അവൾ പിന്നോട്ട് പോയില്ല, അവൾ നിരാശപ്പെട്ടില്ല, അവൾ പിടിച്ചു നിൽക്കുകയാണ്. അവളുടെ സ്ഥിരതയുള്ളതായ വിശ്വാസം അവളുടെ മകൾക്ക് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിട്ടുള്ളത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ ചിലപ്പോൾ അതിൻ്റെ മറുപടി ലഭിക്കാതെ ഇരിക്കാം. എങ്കിലും പ്രാർത്ഥന അത് നിർത്തരുത്. സ്ഥിരതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് അത്ഭുതങ്ങളിലേക്ക് വഴി നടത്തും. നമ്മോടൊന്ന് ചോദിക്കുകയാ, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാ? യേശു അന്വേഷിക്കുന്നത് നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്ഥാനമോ അറിവോ ഒന്നുമല്ല, നമ്മിൽ വിശ്വാസമുണ്ടോ എന്ന് മാത്രമാണ്. നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിൽ അതിനെ വലുതാക്കുവാനായിട്ട് നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്.
നമ്മുടെ പ്രാർത്ഥന ദുർബലമായിട്ടുള്ളതാണ് എങ്കിൽ അതിനെ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഹൃദയം അത് നമ്മുടെ അത്യാവശ്യമായി ഉണ്ടാകേണ്ടതുണ്ട്. വേദഭാഗം നമ്മോട് പറയുന്നു, ആ സ്ത്രീയുടെ വിശ്വാസം അവളുടെ മകളുടെ ജീവിതത്തെ മാറ്റി. നമ്മുടെ വിശ്വാസം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറകളെയും മാറ്റുവാൻ സാധിക്കും. ഈ നോമ്പുകാലം അവസാനിക്കുമ്പോൾ ദൈവം നമ്മോട് സന്തോഷത്തോടും പറയാനിടയായി തീരണം, മകനെ, മകളെ, നിന്റെ വിശ്വാസം വലുതാകുന്നു. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവെ, കനാന്യ സ്ത്രീക്ക് നൽകിയ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സംശയങ്ങളെ നീക്കി ഉറച്ച വിശ്വാസവും സ്ഥിരതയുള്ള പ്രാർത്ഥനയുടെ ആത്മാവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.